പോലെ ഈ ഹർത്താൽ നടത്തിയവരെല്ലാം ഗുണ്ടകളെന്ന് പറയാൻ പറ്റില്ല. അക്രമങ്ങൾ ഉണ്ടായി എന്നുള്ളത് വസ്തുവാണ്. പക്ഷെ അതൊരു ആക്ഷേപമാണ്. ശ്രീജിത്ത് പണിക്കർ ഹർത്താൽ നടത്തിയവരെയല്ല, ഹർത്താലിൽ അക്രമം നടത്തിയിരിക്കുന്ന ആൾക്കാരെ ഗുണ്ടകളെന്ന് 3 വട്ടം പറയും, അല്ലെങ്കിൽ 100 വട്ടം പറയും. സമാധാനപരമായിട്ട് ഹർത്താൽ നടത്തിയിരുന്നവരെ അല്ല പറഞ്ഞത്, അക്രമം നടത്തിയ ആൾക്കാരെ, വഴി തടഞ്ഞ ആൾക്കാരെ എന്ന് തന്നെയാണ്. അതിലൊരു റിഗ്രറ്റും ഇല്ല. അങ്ങനെ കാണിക്കുന്നവർ ഗുണ്ടായുസമാണ് കാണിക്കുന്നത്, തെമ്മാടിത്തരമാണ്. അത് കാണിക്കുന്ന ആൾക്കാർ ഗുണ്ടകളാണ്, സംശയമില്ല. പറയാനുള്ളത് ഞാൻ പറയും. പറയുന്നത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ ഷോ കാണിച്ച് അങ്ങനെ ആശുപത്രി പോകണ്ടെന്ന് തീരുമാനിക്കുന്നത്? അവനാണോ തീരുമാനിക്കുന്നത്? ഇന്ന് ആരൊക്കെ ആശുപത്രി പോകണം, ആരൊക്കെ പരീക്ഷ എഴുതണമെന്ന്? അതിനുള്ള അവകാശമൊന്നുമില്ല. ഹർത്താൽ സമാധാനപരമായിട്ട് പറയാം. നിങ്ങൾ ഏത് നിയമമാണ് ഹർത്താൽ നടത്തുന്ന ആൾക്കാർക്ക് വഴി തടയാനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള അനുമതി നൽകുന്നത്? കാരണം ഇവിടെ ആർട്ടിക്കിൾ 21 അനുസരിച്ച് മനുഷ്യന് അന്തസ്സോടെ ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയില്ല ശ്രീ ചാലമോഹനൻ, ഇന്നത്തെ ദിവസം കീമോതെറാപ്പിക്ക് ഡേറ്റ് കിട്ടിയിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ആ ഡേറ്റ് സ്കിപ്പായി കഴിഞ്ഞാൽ, ഡയാലിസിന് ഡേറ്റ് കിട്ടിയിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ആ ഡേറ്റ് സ്കിപ്പായി പോയി കഴിഞ്ഞാൽ അയാൾക്കും അയാളുടെ കുടുംബത്തിനും ഉണ്ടാകുന്ന വ്യഥ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് നിങ്ങളുടെ പ്രശ്നമാണ്, മറ്റുള്ളവരുടെ പ്രശ്നമല്ലത്. ന്യായീകരിക്കുന്നു എന്നിട്ട്